അയ്യോ അയ്യോ എന്തൊരു വയറുവേദന, ഇവളെ കാണാനുമില്ലല്ലോ ഇത്. അയ്യോ 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 എന്തൊരു വയറുവേദന. വേവിച്ചാ നീ ലാബിന്റെ ഫ്രണ്ടിലാണ് വന്നു ചോദിക്കണത്. നീ വല്ലതും വേവിക്കണേ വീട്ടിൽ പോയി വേവിക്കണം. വയ്യാത്ത ഞാൻ വേവിച്ചു കൊടുക്കണോ നമുക്ക്? അയ്യോ നിങ്ങളോട് വേവിച്ച് തരാനല്ല പറഞ്ഞത്, നിങ്ങളൊന്ന് വേവിച്ചായാന്ന് വിളിച്ചതാണ്. ഓ വയറുവേദന ഞാൻ 1000 തവണ പറഞ്ഞിട്ട് കുടിക്കല്ലേ കുടിക്കല്ലേ എന്നുള്ളത്. നിങ്ങൾ ഈ നശിച്ച കൂടി കാരണം ഒരു കുഞ്ഞിക്കാല് പോലും കാണാൻ പറ്റാത്തത്. അങ്ങനെ പറയരുത്. ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി ഞാൻ കയറി ഇറങ്ങാത്ത പള്ളികളും അമ്പലങ്ങളും ഇല്ല. നിങ്ങൾ അമ്പലങ്ങളിലും പള്ളികളിലും കയറി ഇറങ്ങിക്കോ, പക്ഷെ ഇടയ്ക്കൊന്ന് വീട്ടോട്ടും വരണം. അത് ഞാൻ മറന്നുപോയി. എങ്ങനെ ഉണ്ടാവാനാ? നിങ്ങളെ ശരീരം നോക്കിയിട്ടെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഇപ്പൊ വരില്ലായിരുന്നു. പുത്തമ്പുരക്കൽ ബേബി ശരീരം നോക്കുന്നവനാണ്. അയ്യോ ഒരു പുത്തമ്പുരക്കൽ ബേബി. ഇങ്ങേരെ പുത്തമ്പുരക്കൽ ബേബി അല്ല, ഇങ്ങേരാണ് അടുക്കള ബേബി. അടുക്കള ബേബി ഒരു അടുക്കളയിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര, ഉപ്പ്, കൊഴുപ്പ്, ഗ്യാസ് ഇതൊക്കെ ആവശ്യത്തിൽ കൂടുതൽ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടല്ലോ. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ഒരു പാല് മാറ്റാൻ തലയെ കൂടെ ഒഴി, നിനക്ക് ചായ ഇട്ട് കുടിക്കാം. നിങ്ങൾ എന്തിനാ മനുഷ്യൻ എങ്ങനെ കിടന്ന് ചൂടാവുന്നേ? നിനക്ക് കുടിക്കാനുള്ള ചായയുടെ പാല് തിളക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ചൂടാവണത്. മനുഷ്യൻ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കല്ലോ. ഒന്ന് വാ, മിണ്ടാതൊന്ന് ഇരിക്കി. നിങ്ങൾ അച്ഛനെ വിളിക്കട്ടെ. നിന്റെ അച്ഛനെ ഞാനും വിളിക്കും. നിങ്ങൾ അസുഖം അച്ഛനെ വിളിച്ചൊന്ന് പറയണ്ടേ? പറയണം. ജട്ടി ബാബു ഉണ്ട്. അച്ഛാ. ഹലോ അച്ഛാ എവിടേക്കാണ് അച്ഛാ? ഞാൻ ബോട്ട് ചട്ടിയില്. അച്ഛാ എനിക്ക് വയ്യച്ചാ. സെയിം പിച്ച്. അച്ഛനും വയ്യ. അച്ഛന് പിന്നെ പണ്ടേ വയ്യല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോ മൂത്രത്തില് കണ്ടന്റ് കൂടുതലാന്ന്. ദൈവമേ, മൂത്രത്തിന് വരെ നല്ല കണ്ടന്റ് ഉണ്ട്. നമ്മൾ നോക്കിയിട്ടൊരു കണ്ടന്റ് കാണാനില്ല. മനുഷ്യ ഷുഗറിന്റെ കണ്ടന്റ് കൂടുതലാന്ന് പറഞ്ഞതാണ്. ഇതെന്താ ഓക്കച്ചവടക്കാരൻ? നിങ്ങൾ അങ്ങനെ സംസാരിക്കരുതേ. ഇന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ലാബാണ് സൂര്യകാന്തി ലാബ്. അതിന്റെ ഓണർ വിജയചന്ദ്രൻ. ഇവിടെ ഒരിക്കലും തെറ്റുപറ്റാറില്ല. നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കൂടെ ഇന്നലെ ഇവിടെ ഷുഗർ നോക്കാൻ വന്നു. ഞാൻ പരിശോധിച്ച് പറഞ്ഞു നിങ്ങൾക്ക് 120, നിങ്ങളുടെ ഭർത്താവിന് 420 വന്നു. അപ്പൊ എന്തോ ചെയ്തു? റിസൾട്ട് എടുത്ത് നിങ്ങളുടെ ഭർത്താവിന്റെ കൊടുത്തപ്പം നിങ്ങളുടെ ഭർത്താവ് പറയുവാണ് എനിക്ക് അവളെക്കാളും മാർക്ക് കൂടുതൽ എന്നും പറഞ്ഞുകൊണ്ട് പോയി ലഡുവാൻ ചെയ്തിരിക്കുന്നു. പിന്നെ എന്താ കൂടുതൽ? ഒരു കാര്യം ചെയ്യ്, ഇൻസുലിൻ എടു. പെൻസിലല്ല, ഇൻസുലിൻ. ഇൻസുലിൻ ബുക്കൊക്കെ വാങ്ങിച്ചിന്നോ തോന്നി. അതെ, നിങ്ങൾ ഇതും തുറന്നിട്ട് എവിടെ പോയത്? ഹലോ മിസ്റ്റർ, ഇത് 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുന്ന ലാബാണ്. രാത്രിയും ഉണ്ടാ? പിന്നെ രാത്രി തുറന്നിരിക്കും, പക്ഷെ ആരും കാണൂല. അങ്ങനെ ആരുമില്ലായിരുന്നു. ഇതിനകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ആൾക്കാർ എടുത്തോണ്ട് പോകൂലേ? ഇത് ആൾക്കാർക്ക് ആവശ്യമായ സാധനങ്ങളൊന്നും ഇല്ല. ആൾക്കാർ കൊണ്ടു കളയുന്ന സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. കഫം, മലം, മൂത്രം ആരെടുത്തോണ്ട് പോവാനാണ്. വന്ന കാര്യം പറയൂ. റിസൾട്ട് വേണമായിരുന്നു. റിസൾട്ട് വേണം. ഓക്കെ, റിസൾട്ടിന്റെ കാര്യമൊക്കെ പറയാം. പേര് പറയോ? ബേബി. ബേബി അല്ലേ? ബേബി. ആ ബേബി. ബേബി കൺഗ്രാജുലേഷൻ, ബേബി പ്രഗ്നന്റ് ആണ്. പ്രാർത്ഥന ദൈവം കേട്ടു. ബേബി പ്രഗ്നന്റ് ആണെന്ന്. ബേബി ബേബി ഒരു ബേബിയുടെ ബേബി ആകാൻ പോകുന്നു. ബേബി ബേബി ഞാനല്ല, പിന്നെ ഞാനാണ് ബേബി. മിസ്റ്റർ മന്ദാരം, നിങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്നു. എന്റെ ലാബ് ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ പോകുന്നു. ആദ്യമായി ഒരു പുരുഷൻ ഗർഭിണിയാണെന്ന വാർത്ത എന്റെ ലാബ് വഴി ഞാൻ പുറത്തേക്ക് വിടാൻ പോകുന്നു. ഒരിക്കലും അങ്ങനെ സംഭവിക്കൂല. അതെന്താ അങ്ങനെ നടക്കാത്തത്? സൈക്കിൾ പമ്പിൽ നിന്ന് സൈക്കിളിലോട്ട് കാറ്റടിക്കാൻ പറ്റൂ. സൈക്കിളിൽ നിന്ന് സൈക്കിൾ പമ്പിലോട്ട് കാറ്റടിച്ച് കയറ്റാൻ പറ്റില്ല. കാറ്റിന്റെ കാര്യമല്ലേ, ഏത് വഴി പോകുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നിയന്ത്രിക്കാൻ പറ്റില്ല. മിസ്റ്റർ ബേബി, ഇന്നു മുതൽ നിങ്ങൾ ബേബി അല്ല, പിന്നെ ബേബി കുട്ടി അമ്മ. ഇങ്ങനെ വിടുന്ന കൊച്ചിന് വല്ല പറ്റൂ? അത് ദിവാകരന്റെ മൂത്രം. അത് ഗിൽബർട്ടിന്റെ മൂത്രം. പിന്നെ ലാബിൽ മൂത്രം അല്ലാതെ ഡാം കൊണ്ട് വെക്കാൻ പറ്റും. ഞാൻ വിളിക്കാം. ബേബി ബേബി പൊങ്ങുന്നില്ല.
Come on, baby. Oh yeah. കണ്ണിൻ വാതിൽ ചാരാതെ കണ്ണാ നിന്നെ കണ്ടോട്ടെ എണ്ണാതൊരു മുത്തം ഞാൻ തന്നോട്ടെ ആരാരോ ആരാരോ ആരീരോ ആരീരാരോ. ഇതെങ്ങനെ സംഭവിച്ചത് പറയണേ. ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്. എന്നാൽ ഇങ്ങോട്ട് ചോദിച്ചു ഞാൻ പറയാം. എങ്ങനെ സംഭവിച്ച്? ഇന്നലെ ഈ മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു പ്രശ്നമില്ലായിരുന്നു. ഇവിടെ എത്തിയതിനു ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചത്. സത്യം പറ, നിങ്ങൾ എന്റെ ഭർത്താവിന് എന്ത് ചെയ്ത്? എന്റെ ഭർത്താവിന് എന്ത് ചെയ്ത്? എന്നെ വിട്. ഈ വിജയചന്ദ്രൻ മാന്യനാണ്. എന്താ പറഞ്ഞത്? വിജയചന്ദ്രൻ മാന്യനാണ്. ഈ പേര് കേട്ടല്ലാരും ഞരമ്പനാണെന്ന്. ബേബി ഇനി വരൂ. ബേബി മദ്യപിക്കാറുണ്ടോ? ഞാൻ ഗർഭിണിയാണെങ്കിൽ ചെലവ് ചെയ്യണോ? ചെലവ് ചെയ്യാനല്ല, എന്നാലേ ഇതിന്റെ മുന്നിലോട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ഞാൻ കള്ള് കുടിക്കാറുണ്ട്. തെങ്ങിന്റെ മോളിൽ ഇരുന്ന് ചെത്തുകാരൻ ബാബു കള്ളൊഴിച്ചു തരും. ഞാൻ താഴെ ഇരുന്ന് കുടിക്കും, കള്ള് കുടിക്കും. അപ്പൊ കള്ളടിയിലുണ്ടായത് കള്ളടിച്ചുണ്ടായതാണ്. പിന്നെ ചെത്തുകാരൻ രവി ഇല്ല, ചെത്തുകാരൻ രവി തെങ്ങിന്റെ മോളിൽ നിന്ന് താഴോട്ടിറങ്ങി ഞാൻ കണ്ടിട്ടില്ല. ചെത്തുകാരൻ രവിക്ക് ത്യാഗയോട് മാത്രമേ ഉള്ളൂ പ്രളയം, എന്റെ അടുത്തില്ല. മനുഷ്യൻ അങ്ങനെ പോണ മനുഷ്യനല്ല. രാത്രി 7 മണി വീട്ടിൽ വന്ന് കിടന്നുറങ്ങും കൂർക്കം വലിച്ചിട്ട്. ഞാൻ കൂർക്കം വലിച്ചാണ് ഉറങ്ങണത്. അപ്പം വലിച്ചു കയറ്റിയ ഗർഭം. അതായത് സ്വയം പരാഗണം. ഞാൻ തന്നെ എന്നെ ഇല്ല, ഞാനെല്ലാം നശിപ്പിച്ചിട്ടില്ല, ഞാനെല്ലാം നശിപ്പിച്ചിട്ടില്ല. ഇല്ല ബേബി വിഷമിക്കാതിരിക്കും. ഇങ്ങനെ ചാടരുത്. ഇത് 4 മാസമായി, അത് നിങ്ങൾ അറിയണം കേട്ടോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വിട്ടുകളയരുത്, നിങ്ങൾ ചേർത്ത് പിടിക്കണം. ഇത് നടന്ന് പ്രസവിക്കും. അല്ല, ഈ ഓടിയടന്ന് പ്രസവിക്കാൻ ഞാൻ തോന്നുന്നു കൊതുക പറയാൻ പറ്റും. അല്ല, ഈ കൊതുക് ഒരുപാട് അസുഖങ്ങൾ പരത്തുന്നില്ലേ? പരത്തും. ഇനി കൊതു കുത്തി വല്ലതും? ഇനി കൊതുകിന്റെ തലയെ കൊണ്ടുപോയി. ദൈവമേ, ഞാൻ കൊതുവിന്റെ കുഞ്ഞിനേറ്റ പ്രസവിക്കേണ്ടി വരുമോ? കൊതുവിന്റെ കുഞ്ഞാണെങ്കിൽ പാല് കുടിക്കൂല, രക്തം മാത്രമേ കുടിക്കുള്ളൂ. എന്റെ രക്തം മൊത്തം ഊറ്റി കുടിക്കുമല്ലോ. മനസ്സിലായില്ല? മനസ്സിലായില്ലേ? കേട്ടിട്ടില്ലേ? ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അപ്പൊ വൃത്തി അനുഭവിക്കേണ്ടി വരും. ബേബി പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം. ഓഫീസിൽ വിളിച്ച് പ്രസവ ലീവ് പറയാം. നിങ്ങൾക്ക് എവിടുന്ന് ഓഫീസ്? ജോലിയും കൂലിയാത്ത മനുഷ്യന്. അത് ശരിയല്ല, പ്രസവ ലീവ് എടുക്കാൻ എനിക്കൊരു ഓഫീസ് പോലും ഇല്ല. പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട. ഒരു കാര്യം ചെയ്യും, ബേബി നല്ല മുഖമൊക്കെ നല്ല വിളർച്ചയുണ്ട്. ഞാൻ കുറച്ച് മരുന്നും കാര്യങ്ങളും ഒക്കെ എഴുതി തരാം കേട്ടോ. അത് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയാവുന്ന കാര്യമേ ഉള്ളൂ. ബേബി CP പ്രസവിച്ചിങ്ങോട്ട് വരട്ടെ, എന്നിട്ട് PP ചെണ്ടയൊക്കെ വാങ്ങിക്കാം. ബേബി CP ബേബി PP പുത്തമ്പുരയ്ക്കൽ. PP-യാ? അപ്പൊ ഈ CP ആര്? ബേബി PP അല്ലേ? 1 മിനിറ്റ്. അയ്യോ, ബേബി ജസ്റ്റ് മിസ്. നിങ്ങളുടെ ഭർത്താവിന് ചരിത്രത്തിന്റെ ഭാഗമാകാൻ പറ്റില്ല. പൊളിഞ്ഞുപോയി. ജസ്റ്റ് മിസ്സിൽ നിങ്ങളുടെ ഭർത്താവിന് ചരിത്രത്തിൽ നിന്ന് തെറിച്ചുപോയി. ഇത് ബേബി CP ആണ്, ഗർഭിണി, ഒരു പെൺകുട്ടിയാണ്. അവളുടെ റിസൾട്ട് ആണ്. ബേബി PP-യുടെ റിസൾട്ട് ഇതായിരിക്കുന്നു. അപ്പൊ എന്റെ വയറുവേദന അത് കൊക്കോപ്പുഴ പറ്റി ഇറങ്ങുന്നത്. അയ്യോ, ഇവൻ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ പ്രസവിക്കേറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്റെ പകരം വസ്തു കൊക്കോപ്പുഴുവിന് എഴുതി കൊടുക്കേണ്ടി വരുമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് റിസൾട്ട് മാറിപ്പോയതാണല്ലേ? അതാണ് ഇവിടുത്തെ വിഷയം. നിങ്ങളുടെ ഭർത്താവ് ഒരു ചരിത്ര സംഭവത്തിൽ നിന്ന് വഴിമാറി നിൽക്കുന്നു, അവിടെ റിസൾട്ട് മാറിയതാണ് വലിയ വിഷയം വെച്ചോണ്ടിരിക്കുന്നത്. നീ ഇങ്ങനെയാണ് റിസൾട്ട് കൊടുക്കണമെങ്കിൽ നീ ചരിത്രത്തിന്റെ ഭാഗമാവൂടാ. അതെങ്ങനെ? അമ്മച്ചി എന്റെ കഫം, എന്റെ മൂത്രം, അയ്യോ എന്റെ മോ, മിണ്ടി പോവരുത്. എല്ലാവരും പ്രത്യേകിച്ചൊരു കാര്യം മനസ്സിലാക്കണം. സൈക്കിൾ പമ്പിൽ നിന്നും സൈക്കിളിലേക്ക് കാറ്റടിക്കാൻ പറ്റും. സൈക്കിളില് സൈക്കിൾ പമ്പിലേക്ക് കാറ്റടിക്കാൻ പറ്റില്ല. അത് നീ
നീ ചെവിയിൽ തുള്ളിക്കോ. കുറെ നല്ല സാധനങ്ങൾ വീണ്ടും ഓർത്തോർത്ത് ചിരിക്കാനുള്ളത് ഈ സ്കിറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ലാബിന്റെ കാര്യം കറക്റ്റ് പറഞ്ഞത്. അല്ല ഈ എൻഡിൽ ആ ഒരു അടിപിടി ആ ഒരു കൊറിയോഗ്രഫി ഉണ്ടായിരുന്നില്ലേ, എൻഡ് സൂപ്പർ ആയിരുന്നു. ഭയങ്കര നല്ലൊരു കൊറിയോഗ്രഫി ആയിരുന്നു. നല്ല പ്രാക്ടീസ് ചെയ്ത ഒരു കൊറിയോഗ്രഫിയാണ്. രഞ്ജിത്ത് മാമൻ TV കാണലും പത്രം വായന ഇപ്പൊ ഇച്ചിരി കൂടുതലാണ്. ഇത് റിയൽ ഇൻസിഡന്റ് ആണ് ഈ സ്റ്റോറി. അല്ലല്ല ഇതിന്റെ ത്രെഡ് നടന്നു. അല്ല ഈ സ്കിന്റെ ത്രെഡ് കറക്റ്റിന്റെ ത്രെഡ് ഞാനാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. അല്ലല്ലേ എന്റെ ത്രെഡ് എന്റെ വയറിൽ നിന്നാണ് ഈ ത്രെഡ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ ഒരു സ്കിറ്റ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ നിൽക്കുന്നത് സീരിയലിലെ ഗർഭോള് ഇത്രയും വർഷമായിട്ട് പ്രസവിച്ചില്ലല്ലോ. നല്ല നിലവാരമുള്ള കോമഡി ആയിരുന്നു അത്. നല്ല നിലവാരമുള്ള കോമഡി ആയിരുന്നു. റിയൽ സ്റ്റോറിയുടെ കാര്യം പറഞ്ഞു. അല്ല റിയൽ സ്റ്റോറി ഈ ഇടയ്ക്ക് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഈ ഇടയ്ക്ക് ഒരു ലാബിൽ ഇതുപോലെ ടെസ്റ്റ് ചെയ്തൊരു പുരുഷൻ ഗർഭിണിയാണെന്ന് വന്നു, റിപ്പോർട്ട് വന്നു. അത് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇവർ ഈ സ്കിറ്റ് എടുത്തത്. പിന്നെ പുള്ളിയുടെ നിത്യഗർഭത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ഇവരൊരു റിയൽ ഇൻസിഡന്റ് അല്ലേ സ്കിറ്റ് ആക്കിയത്? അല്ല സ്കിറ്റ് കഴിഞ്ഞിട്ടാണ് ഇൻസിഡന്റ് ആയത്. ആക്സിഡന്റ് ആയി കുറച്ച്. അടിപൊളി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ചാർജ് നോക്കിയാലോ? കാറ്റ് ചാർജ് നോക്കാം അല്ലേ? 15 കഴിഞ്ഞു. മാമ എന്താ പറഞ്ഞേ? 15 കഴിഞ്ഞു. പഴയ ഓർമ്മകളിലേക്ക് അല്ലേ? ആ ഓർമ്മ മനസ്സിൽ കിടന്നിങ്ങനെ. ഓൾറൈറ്റ്. അപ്പൊ എന്തായാലും ചേച്ചി ക്രെഡിറ്റ് സന്തോഷായില്ലേ? പഴയ ട്രോമയൊക്കെ മാറി ചിരിക്കിനി.